കല്യാണം കഴിഞ്ഞ് അവൾ ആ വീട്ടിലേക്ക് ചെന്നത് വലിയ പ്രതീക്ഷകളോടെയൊക്കെയായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷകളെല്ലാം തെറ്റിക്കുന്ന രീതിയിലായിരുന്നു ഭർത്താവായിട്ടുള്ള ചന്തുലാലും അമ്മായിയമ്മയായിട്ടുള്ള ഗീതയും പെരുമാറിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും തുഷാരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം മെയിനായിട്ട് ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഉപദ്രവങ്ങൾ മാത്രമല്ല, ഈ ഒരു ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്ന സമയത്തും കൊടുക്കുന്ന ഫുഡ്, തുഷാര കഴിക്കുന്ന ഫുഡെന്ന് പറയുമ്പോഴത്തേനും വളരെ ചുരുക്കമായിരുന്നു. കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആ ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. അത്രമാത്രം ക്രൂരതകളാണ് അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് സ്വന്തം ഭർത്താവിൻ്റെ അടുത്തുനിന്നും കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിൽ 2 പെൺകുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു. പക്ഷെ അവരെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ അവരെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും തന്നെ ഇവർ സമ്മതിക്കുന്നില്ല. എപ്പം നോക്കിയാലും റൂമിൽ തന്നെ കിടക്കണം. ബന്ധുക്കളോടും നാട്ടുകാരോടും എല്ലാം പറഞ്ഞേക്കുന്ന ഇവർക്ക് തീരെ വയ്യ, എപ്പോഴും കിടപ്പിലാണ് എന്നുള്ളൊരു കാര്യമാണ്. സ്വന്തം മക്കളുടെ സ്കൂളിൽ ചേർക്കാൻ പോലും ഈ ഒരു തുഷാരെ കൊണ്ടുപോയിട്ടില്ല. അവിടെ പോയതും ഈ ഒരു ചന്തുലാലിൻ്റെ അമ്മയാണ് ഗീത. അവിടെ ചെന്ന സമയത്ത് ടീച്ചർ ചോദിച്ചു അമ്മ എന്തിയെന്ന് ചോദിച്ചപ്പം ഈ ഒരു അമ്മായിയമ്മ പറഞ്ഞൊരു കാര്യം, അവൾക്ക് തീരെ വയ്യ, അവൾ കിടപ്പ് രോഗിയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതങ്ങനെ തന്നെ തുടരുന്നു. കുട്ടികളൊക്കെ വളരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും വീടിൻ്റെ വെളിയിലോ ഒന്നും ഇറങ്ങാൻ സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. ആഹാരം കൊടുക്കുന്നത് വളരെ കുറവും. ഒരു റൂമിനകത്ത് അങ്ങനെ തന്നെ കിടക്കുക, ഭയങ്കരമായിട്ട് ശോഷിച്ച് ശരീരം മുഴുവൻ. അതുപോലെ തന്നെ വീട്ടുകാർ, ഈ ഒരു തുഷാരയുടെ വീട്ടുകാർക്ക് പോലും കാണിച്ചു കൊടുക്കാനോ കാണിക്കാനോ ഒന്നും തന്നെ റെഡിയായിട്ടില്ല. ഏതെങ്കിലും ഫങ്ഷനോ ഒന്നും തന്നെ വിടത്തില്ല. എപ്പോഴും വീട്ടിൽ ആ ഒരു റൂമിൽ ഫുഡ് കൊടുക്കുന്ന പോലും ഭയങ്കരമായിട്ടുള്ള കുറച്ച് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ ഉപദ്രവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അമ്മായിയമ്മയെല്ലാം ഇതിന് കൂട്ടുകെട്ട്, ഭർത്താവും ഇത് തന്നെ. മക്കളാണെങ്കിൽ വളർന്നു വരുന്ന സമയത്തും അവരോടൊന്നും മിണ്ടാനോ ഒന്നും പോലും ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2019 ഈ ഒരു തുഷാരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം തുഷാരയുടെ അച്ഛനും അമ്മയും അറിയുന്നത്. അവിടെ ചെന്ന സമയത്ത് കണ്ടാൽ തന്നെ അത്രമാത്രം ശരീരം മൊത്തം ഒട്ടി മെലിഞ്ഞ് ആഹാരം കിട്ടാതെ ഇങ്ങനെ ഇരിക്കുക. അത്രമാത്രമാണ് ആ ഒരു തുഷാര എന്ന് പറഞ്ഞ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ആ ഒരു പെൺകുട്ടി മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം ക്രൂരതയോടെയാണ് ആ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന. സ്വന്തം ഭർത്താവ് നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച് പോയ ഒരു വീട്ടിൽ ഭർത്താവും അമ്മായിയമ്മയും കൂടെ ചെയ്ത ക്രൂരതയാണ്. അങ്ങനെ അവസാനം ആ ഒരു പെൺകുട്ടിക്ക് ജീവിതം നരകിച്ചാണ് ജീവിതം നഷ്ടപ്പെട്ടത്. അവസാനം ഈ ഒരു കാര്യങ്ങളെല്ലാം വെളിയിലറിഞ്ഞു. പോലീസ് തെളിവും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്ത് ജയിലിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.